നമസ്കാരം. ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നക്ഷത്രക്കാർക്ക് വ്യാഴം 7-ൽ നിന്ന് അഷ്ടമ ഭാവത്തിലേക്ക് മാറുകയാണ്. 7-ൽ നിന്ന് 8-ലേക്ക് വ്യാഴം ഗോചരം ചെയ്യുന്നതുകൊണ്ട് ധനുരാശിയുടെ 12-ാം ഭാവത്തിലേക്കും 2-ാം ഭാവത്തിലേക്കും 4-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് വ്യാഴം. ദൈവാധീനം നല്ലതുപോലെ വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് ധനുരാശിക്കാർ. നല്ലതുപോലെ ദൈവാധീനം വർദ്ധിപ്പിച്ച് ഏത് കാര്യം ചെയ്താലും നിങ്ങൾക്കതിൽ സമാധാനവും വിജയവും കൈവരിക്കാൻ കഴിയും. വല്ലാതെ ശല്യം ചെയ്തിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസം വന്നു ചേരുന്നതാണ്. ചികിത്സകളൊക്കെ നല്ല റിസൾട്ടും ഒക്കെ കിട്ടുന്നൊരു കാലമാണ്. പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരാനും അത് അനുഭവയോഗ്യമാകാനും ഒക്കെ സാധ്യതകളുണ്ട്. നിങ്ങളുടെ പങ്കാളികളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു കാലമാണ്. പേരും പ്രശസ്തിയും ഒക്കെ കൈവരിക്കാനായിട്ട് കഴിയും. ആരോഗ്യരംഗത്തും സാമൂഹിക രംഗത്തും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന തലത്തിലുള്ള ആളുകൾക്കൊക്കെ പേരും പ്രശസ്തിയൊക്കെ കൈവരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കാൻ കഴിയുന്നതാണ്. വസ്തുക്കളൊക്കെ കൊടുക്കലുകൾ വാങ്ങലുകൾ ക്രയവിക്രയത്തിലൂടെയൊക്കെ നല്ല ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള പല വഴികളിൽ നിന്നും ധനസ്രോതസ്സുകളൊക്കെ തുറന്നു കിട്ടുകയും അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തി നിങ്ങൾക്കതിൽ നിന്ന് ആദായകരമായൊരു നേട്ടങ്ങളും ധനാഗമനം വർദ്ധിക്കാനുള്ള കാലയളവൊക്കെ ഉണ്ടാകുന്നതാണ്. ഇതിനൊക്കെ പുറമേ നിങ്ങൾ ദൈവാധീനം നല്ലതുപോലെ വർദ്ധിപ്പിക്കാനായിട്ട് ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ ഒക്കെ സ്വായത്തമാക്കാം. ഭവനത്തിലെ സന്താനങ്ങളെ കൊണ്ട് സന്തോഷങ്ങളും സന്താനങ്ങളുടെ ഉയർച്ചയിലും നിങ്ങൾക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾക്ക് തൊഴിലൊന്നും കിട്ടാതിരുന്നവർക്ക് സന്താനങ്ങൾക്ക് തൊഴിലൊക്കെ കിട്ടാം. അവരുടെ ചെറിയ വരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനവും സന്തോഷമൊക്കെ കൈവരിക്കാം. കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള പല മാറ്റങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേടാൻ കഴിയും. വിദേശ യാത്രകളൊക്കെ തടസ്സപ്പെട്ട് കിടന്നിരുന്നവർക്ക് മധ്യപ്രായം കഴിഞ്ഞവർക്കൊക്കെ ആശുപത്രി വാസത്തിനൊക്കെ അവസരമുണ്ട്. അപ്പോൾ അതൊക്കെ വരാതിരിക്കാനായിട്ട് ആശുപത്രി വാസമൊക്കെ കുറേ ദിവസമൊക്കെ വരാതിരിക്കാനായിട്ട് നല്ലതുപോലെ ദൈവാധീനമൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാം. പ്രത്യേകിച്ച് പ്രായം ഒരുവിധം ആയിട്ടുള്ള ആളുകൾ കഴിയുന്നതും പ്രാർത്ഥനകളൊക്കെ ഒന്ന് നല്ലതുപോലെ വർദ്ധിപ്പിക്കുകയും അതുപോലെ കുറച്ച് സമയം സ്പിരിച്വൽ പാത്തിലൂടെ സഞ്ചരിക്കുകയൊക്കെ ചെയ്താൽ, അതായത് ആത്മീയത വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നേട്ടത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ആരോഗ്യപരമായിട്ട് ഒരുപാട് ദോഷമുണ്ട്. അപ്പോൾ ആശുപത്രി വാസമൊക്കെ അധിക ദിവസം നീണ്ടു പോകാതിരിക്കാനായിട്ട് ഒന്ന് പ്രാർത്ഥനകളൊക്കെ ഒന്ന് സ്വായത്തമാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഇഷ്ടദേവത പ്രാർത്ഥനകൾ, ഇഷ്ടദേവത ആരാണെന്ന് കണ്ടെത്തി ഇഷ്ടദേവതയെ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മൂലകുടുംബം അല്ലെങ്കിൽ കുടുംബ ദേവതയെ ആരാധിക്കുന്നതുമൊക്കെ നല്ലതാണ്. കുറച്ച് സമയം ജീവിതത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും പ്രാർത്ഥനകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് കൊണ്ട് രോഗവിമുക്തി നല്ലതുപോലെ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ദശാകാലം എന്താണ്, അന്തർദശാകാലം എന്താണ്, അതൊക്കെ ഒന്ന് നോക്കുക. രോഗങ്ങളെക്കുറിച്ചൊക്കെ നല്ലതുപോലെ നമ്മുടെ ജാതകം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ, രോഗം മൂർച്ഛിക്കുമോ, രോഗം മാറുമോ, അല്ലെങ്കിൽ ഇതിങ്ങനെ മരുന്ന് കഴിച്ച് മുന്നോട്ട് എത്ര കാലം പോകേണ്ടി വരും, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതക പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ജാതകം ഇല്ലാത്തവർക്ക് നിങ്ങൾ ജനിച്ച സമയവും ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് നോക്കാം. നക്ഷത്രം മാത്രം അറിയുന്നവർക്കാണ് ഈ ഗോചരവശാലുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 4-ലാണ് നിങ്ങളുടെ ശനി സഞ്ചരിക്കുന്നത്. ഈ 4-ലെ ശനി എന്ന് പറയുന്നത് കണ്ടകശനിയാണ്, കണ്ടകശനിയുടെ കാലഘട്ടമാണ്. എന്നാലും ശനീശ്വര പ്രീതി നല്ലതുപോലെ വരുത്തുക. വ്യാഴത്തിനും കൂടി പ്രീതി വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്നത്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത പാരായണം, ത്രിമധുരം, തുളസിമാല, ഭഗവാന് തുളസിമാല സമർപ്പിക്കുക. ഈ മാതിരിയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ കൂടുതൽ ദോഷങ്ങൾ കുറഞ്ഞിരിക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്.